അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ അതും പാനിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങൾ ഇതുവരെയായിട്ട് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മീനിന് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതിനും എല്ലാവരുടെയും ഒന്ന് സ്പ്ലിറ്റ് ഇട്ട് കൊടുക്കുക. നല്ലപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. 2 സൈഡിലും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കാലിലും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ഇപ്പം ഞാൻ 2 ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ, ഇതുപോലെ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി തന്നെ ചേർക്കാൻ നോക്കുക, കാരണം നമ്മളിതിൽ കളർ ചേർക്കുന്നില്ല. അപ്പോൾ കാശ്മീരി ചേർത്താൽ നല്ല കളർ കിട്ടും നമുക്ക്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. എല്ലായിടെയും നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഇത് നമുക്ക് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇതിനകത്തോട് തൈര് ചേർത്തിടുക. കട്ട തൈരാണ്, അതും കട്ട തൈര് നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ കിട്ടാൻ വേണ്ടി അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുക. ഈ ചാറ്റ് മസാല ചേർത്ത് നമുക്ക് കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. അത് 1 ടീസ്പൂൺ ചേർത്താൽ മതി. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അഥവാ നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല ഇല്ലെങ്കിലും ടെൻഷനൊന്നുമില്ല. ചാറ്റ് മസാല ഇല്ലാതെയും ഞാൻ ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് കടയിൽ കിട്ടുന്ന ഏകദേശം ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്കിത് ഒരു 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. 2 മണിക്കൂർ വെക്കാൻ പറ്റിയില്ല, 1 മണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാൻ നോക്കുക. ഇപ്പം ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടി ഞാൻ അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ ഉണ്ടെങ്കിലേ ആ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ഇത്രയേ ചേർക്കാവുള്ളൂ, ഇതിൽ കൂടുതൽ എണ്ണ ചേർക്കരുത്. അപ്പോൾ നമ്മൾ വല്ലാണ്ട് അങ്ങ് ഫ്രൈ ആയി പോവും. തന്തൂരിയുടെ ആ ഒരു കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടില്ല. ഇനി നമുക്ക് എല്ലാവരുടെയും ഇതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ചിക്കൻ പീസ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ശരിക്കും കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരുപാട് കെമിക്കൽസ് അതുപോലെ തന്നെ കളറൊക്കെ ചേർക്കുന്നുണ്ട്. നമുക്ക് വീട്ടിൽ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഇത്. ഇപ്പോൾ മിക്കവരും ട്രൈ ചെയ്യുന്നുണ്ടാവും ഇത്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അധികം മുളകൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞ് ചിക്കൻ പീസ് വെക്കുന്നുണ്ട്. മോനിക്ക് വേണ്ടിയിട്ടാണ്. അവനധികം സ്പൈസസ് ഇഷ്ടമല്ല, പക്ഷെ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ പീസും കൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഞാനത് മെയിനായിട്ട് പറയാൻ കാരണം ഞാൻ മസാല ചേർക്കുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്കൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അടി പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളിൽ വേവേയില്ല. വീണ്ടും ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കണം. 2 സൈഡും നമ്മൾ 10 മിനിറ്റ് വേവിക്കണം. അത് മറക്കരുത്, കാരണം ഉള്ളിൽ വേവാൻ ചാൻസ് കുറവാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി അത് വേവുമ്പോഴേക്കും നമുക്കിവിടെ ഒരു കരി എടുത്തിട്ടുണ്ട് ഞാൻ, ചാർക്കോള്. അതൊന്ന് ഗ്യാസിൻ്റെ ഇതിൽ വെച്ചിട്ട് നമുക്കൊന്ന് കത്തിച്ചെടുക്കാം. ജസ്റ്റ് ഒരു 30 സെക്കൻഡൊക്കെ കത്തിച്ചാൽ മതി. അതിന് ശേഷം അതൊരു ബൗളിനകത്തോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് 10 മിനിറ്റ് ഈ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. മറക്കരുത്, 2 സൈഡും 10 മിനിറ്റ് ഒന്ന് വേവിക്കുക. ഈ സൈഡിലുള്ള മസാലയൊക്കെ എടുത്ത് ഇതിൻ്റെ മേളിൽ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാൻ നോക്കുക, ഓരോ തവണ മറിച്ചിടുമ്പോഴും. ഇനി കണ്ടോ, ഞാൻ ആ കരി ഒരു ബൗളിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. നല്ല ചൂടുണ്ടത്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അതിൽ നിന്ന് സ്മോക്ക് വരും. കണ്ടോ, നല്ല പുക വരുന്നില്ലേ? അപ്പോൾ ഇത് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിത് അടച്ച് വെക്കണം. കറക്റ്റ് തന്തൂരിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അടച്ച് വെച്ചൊരു 5-10 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. അപ്പോഴേക്ക് നല്ലൊരു മണം വരും അതിൻ്റെ അകത്ത്. ഇനി നമുക്കിത് തുറക്കാം. നന്നായിട്ട് സ്മോക്കൊക്കെ വന്നിട്ടുണ്ട്. ഇനി ആ ബൗൾ നമുക്ക് അവിടെ നിന്ന് എടുത്തങ്ങ് മാറ്റാം. ഇനി നമുക്ക് 2 സൈഡും ഒന്ന് മൊരിച്ചെടുക്കണം നമ്മുടെ ചിക്കൻ്റെ. ഇപ്പോൾ നന്നായിട്ട് ചിക്കൻ വെന്തിട്ടുണ്ട്, നമ്മൾ അടച്ചു വെച്ച് വേവിച്ചതാണ്. 2 സൈഡും ഒന്ന് മൊരിച്ചെടുക്കാം.
എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കനാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വേറൊരു സ്റ്റെപ്പും കൂടെ കാണിക്കുന്നുണ്ട്. അത് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഇവിടെ ഹസ്ബൻഡിന് എപ്പോഴും ഇത് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് കുറച്ചുകൂടെ ഒന്ന് കരിഞ്ഞിട്ട് കഴിക്കുന്ന ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഈ സ്റ്റീൽ റാക്കിൻ്റെ മുകളിൽ ഞാനൊരു 2 മിനിറ്റ് ഈ ചിക്കൻ പീസസ് വെച്ച് ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഒരു നിർബന്ധമില്ല അങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ നിർബന്ധമായിട്ടും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നൊരു റെഡ് ബട്ടൺ കാണും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലിൻ്റെ പടവും കൂടെ വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ മടിയില്ലാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.